നേരം തിരിച്ചറിയാനാകുന്നില്ല. എല്ലാം ചത്തുമലച്ചിരിക്കുകയാണ്. ശവങ്ങളുടെ കല്ലറയാണ് ഇവിടെ. നെടുവീർപ്പ് പോലെ ഒരു കാറ്റ് ആ ഗ്രാമത്തിലൂടെ കടന്നുപോയി. കുരിശുമണി മുഴങ്ങുകയാണ്. ഈ ജാതി കൂട്ടി പേര് വിളിക്കാത്ത ഒരേ ഒരു നാട്ടുകാരുടെ വലിപ്പം അച്ചമ്മി മാപ്പിളക്ക് കുഞ്ഞുമാക്കോണ കൊടുക്കാറുണ്ട്. മറ്റു ജാതിക്കാരെല്ലാം മാക്കോല പറയാന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മി മാപ്പിള മാത്രം കുഞ്ഞുമാക്കോനേന്ന് കള്ള് മടുക്കുന്ന സ്നേഹത്തിൽ വിളിക്കും. അതന്നെ ഈ അച്ചമ്മി മാപ്പിളയുടെ കമ്പനിയിൽ ജാതിക്കാര് മുഴുവൻ പറഞ്ഞിട്ടും അങ്ങനെ കേട്ടില്ലത്. അല്ല, ഈ അച്ചമ്മി മാപ്പിളെ കുഞ്ഞുമാക്കോനെ കൂട്ടുകെട്ടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നേര് പറഞ്ഞ കുടുംബചരിത്രം പറയുകയല്ല നമ്മുടെ ഉദ്ദേശം. കാപ്പിരി മുത്തപ്പന്റെ കഥയാണ് ഇവിടെ പറയേണ്ടത്. അല്ല, അച്ചമ്മി മാപ്പിളെ കുഞ്ഞുമാക്കോനെ കൂട്ടുകെട്ടിന്റെ കഥ അത് ശരിയാണോ? അന്ന് അച്ചമ്മി മാപ്പോതെ ഓളച്ച കഴിഞ്ഞിട്ട് നടക്കുന്നത് കണ്ട ആ നാട്ടിലെ ആ കമ്മ്യൂണിസ്റ്റുകാരെ അത്ഭുതപ്പെട്ടു പോയതേ. അത് സത്യം. അച്ചമ്മി മാപ്പിള പറയണേ മതം മാറ്റി നോക്കാണ് ആരും പറയുന്നത്. കാരണം കള്ളുപിടിച്ചിരിക്കുന്ന നേരത്ത് കുടുംബത്തിലേക്ക് കയറുന്നത് ഉപദേശിക്കാൻ നോക്കിയാൽ ഈ കാര്യത്തിനെ തുണി നോക്കി കാണിച്ച മരം വരെയാ നമ്മൾ അച്ചമ്മി മാപ്പിളക്കുള്ളത്. പിന്നെ എന്താ അങ്ങേക്ക് കുഞ്ഞുമാക്കോനെന്ന് കണ്ട് ഇങ്ങനെ ചിന്തിക്കാത്തവരാണ്. മാപ്പിളാര് ലാഭം കാണാനൊന്നും ചെയ്യില്ലെന്ന് ജാതിക്കാർക്കുള്ള നല്ല തീർച്ചയായും. ഗൗരിയരേന്തി മുൻപലകയും വരുന്നു. മീൻ മേടിക്കാണ്ട് മുലയും
പ്രസവിക്കുന്നതിന് മുമ്പാണ് വേലായുധ കുട്ടിയുടെ കല്യാണം കഴിച്ചത്. ആ വർഷം വിഷുവിന് വീട്ടുമുറ്റത്ത് പൊട്ടിച്ചതും പൊട്ടാത്തതുമായ ഓലപ്പടക്കത്തിലെ വെടിമരുന്ന് ശേഖരിച്ച് കുട്ടികളെ ഉരുട്ടി ഉരുട്ടി 2 ഏപ്പ കൂട്ടുകളുണ്ടാക്കി പൊട്ടിച്ചു. തെറി പറഞ്ഞുകൊണ്ട് വേലായി തന്റെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘോരമായ ആക്രമണത്തിന് തുടക്കമിടും. അത് യുദ്ധമാണ്, ചീര നയിച്ചിരുന്ന യുദ്ധം. അതിന്റെ പക ഗൗരിയുടെ അനിയമ്മ ഒരു കാലത്തും മറന്നില്ല. ചീരയുടെ അമ്മ കുഞ്ഞമ്മത്താത്തിയാണ് പുഴയിൽ കിടന്ന് നൃത്തം തിരിഞ്ഞത്. കുഞ്ഞമ്മത്താത്തി പഠിച്ച പണി 18 നോക്കിയിട്ടും ചീര തോറ്റില്ല. അവൾ പൊരുതിക്കൊണ്ടുപോയി. അങ്ങനെ വേലായുധം പോയി. ആ വീട് നിശബ്ദവുമായി. അന്ന് അവിടെ ഒരാൾ മാത്രമേ കടന്നുള്ളൂ, ചീര. എനിക്ക് ഉറപ്പാ വാപ്പനെ കൊന്നത് ഗൗരി തന്നെയാ. ഞാനിതെന്തായാലും വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പോലീസിൽ പോയി കേസ് ആക്കുകയും ചെയ്യും. പോലീസുകാർ അത് കേട്ട് തലയറഞ്ഞ് ചിരിച്ചുവെന്ന് മാത്രമല്ല, അവളുടെ കയ്യിൽ നിന്ന് നോട്ടം മേടിച്ച് പിന്നാമ്പുറത്തെ തോട്ടിലേക്ക് എറിയുകയും ചെയ്തു. ഒരക്ഷരം മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിയ ചീരയുടെ കണ്ണുകൾ പകരം കത്തിച്ചു. അവൾ ഇത്തിരി നടന്നു തോട്ടുറമ്പിൽ പാത പണിയാനിട്ടിരുന്ന വലിയ കരിങ്കൽ ചീലുകൾ പെറുക്കി പാവാടയിൽ കൂട്ടി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ചീര എന്നും ചെമ്പിലരയനെ പോലെ ബുദ്ധിയുള്ള ആളുകളെയാണ് ആരാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്പൻകാരനാണെങ്കിലും പറയന്മാരുടെ പുരോഹിതനും അറിവാളനുമായ കുഞ്ഞുമാക്കുന്ന അവളുടെ സ്വപ്നങ്ങളിലേക്ക് കൈമാറുന്നത്. അറിവാണ് ബലം, അറിവാണ് സൗന്ദര്യം, അറിവാണ് ആയുധം. എന്നാൽ അറിവിനും മുമ്പേ കുഞ്ഞുമാക്കോവയുടെ കൈക്കരുത്താണ് അവളെ വന്ന് തൊട്ടത് എന്നുള്ള സത്യം. എനിക്ക് കുഞ്ഞുമാക്കോതൻ ഇഷ്ടമാണ്.
കെട്ടാനുള്ള ഇഷ്ടമാണ്. നിനക്കെന്ത് തോന്നുന്നത്? ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി നീ ആലോചിക്കും. ഈ ചീരെ കെട്ടിയ ഞാൻ കെട്ടി തൂങ്ങി ചാവും. അതും ഇതും പറയേണ്ട നീ മീൻ കറി ഉണ്ടാക്കാൻ നോക്കി. ഇന്ന് ചാളയാ കൊള്ളാം. ചേട്ടാ ചേട്ടാ ഞാൻ ചാവണം. ഞാൻ എന്തിനു ചാവണം? അല്ലെങ്കിൽ ഞാൻ എന്തിനു ചാവണം? ചാവേണ്ടത് ഈ ചീര.
ഈ പാടി വിളിച്ചിട്ടാൽ കൂട്ടിൽ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീനെ കൊല്ലാൻ നോക്കണേന്നല്ലേ? ഞായറാഴ്ച അല്ലടാ. കച്ചവടമൊക്കെ എങ്ങനെ പോണം? കുഴപ്പമില്ല മാഷി. മാഷി കുറച്ച് പൈസ ആവശ്യമുണ്ട്. നീ ലൈബ്രറിയിലേക്ക് വന്നാൽ മതി. 2 കിലോ ഒരാ തന്നെ വേണം. എന്നാ ശരി. എന്ത് ശരിയെന്ന് തുറന്നു പറ. ഇഷ്ടമാണ്. കല്യാണം കഴിക്കോ?
എടുത്തോണ്ട് വാടി. വേഗം വാടി. ഓൾടെ വന്ന് നല്ല മണം. അതേ തൊട്ടാ നിന്നെ വെട്ടി തുണ്ടാക്കി കളയും. എന്നിട്ട് ഇതങ്ങോട്ട് എടുക്കണം.